ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം ഞാൻ തന്നെ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. നമ്മളെല്ലാവരും ഇവിടെ ഉള്ളപ്പോൾ തന്നെ സർവശക്തനായ ദൈവവും ഇവിടെയുണ്ട് എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ദൈവം നമ്മുടെ നടുവിലുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായ സർവശക്തനായ ദൈവത്തിൻ്റെ തിരു സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇവിടെയുണ്ട്. അതനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട. സർവശക്തനായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിൽ മനുഷ്യനെ ആക്കി വെച്ചു. അവിടെ വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമാണ് സർവശക്തനായ ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി വെച്ചത്. ഏദൻ തോട്ടത്തിൽ മനുഷ്യനായിരിക്കപ്പെടുമ്പോൾ യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്നും നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്തു പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ ആക്കി വെച്ചു എന്ന് പറയുന്ന ആ ഭാഗം വായിച്ചാൽ അവിടെ ആദാം, അതായത് പുരുഷൻ മാത്രമേ ഉള്ളൂ. വീണ്ടും ആ 2-ാം അധ്യായം താഴേക്ക് വായിക്കുമ്പോഴാണ് ഇതിനെല്ലാം പുരുഷൻ പേരിട്ട് കഴിഞ്ഞു. അതിലൊന്നും തനിക്ക് തക്കതായ തുണയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തൻ്റെ മുമ്പിൽ കടന്നു വന്ന സകലത്തിനു പേരിട്ടു. താൻ എന്താണോ അതിനെ വിളിച്ചത് അതതിനു പേരായെങ്കിലും തനിക്ക് തക്കതായ ഒരു തുണയെ ഇതിൽ നിന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാണ് വാക്യം താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. ഇവിടെ തുണ എന്നുള്ള ഒരു പദത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് തുണ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പഴയ നിയമത്തിൽ ഏകദേശം 21 ഭാഗങ്ങളിൽ തുണ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് തുണയായിട്ടാണ്. ആരുടെ തുണയാണെന്ന് ചോദിച്ചാൽ പുരുഷന് തുണയായിട്ടാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്. എന്താണ് തുണ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ ആളുകൾ ചിന്തിക്കുന്നത് തുണയെന്ന് പറഞ്ഞാൽ ദാസി എന്നൊരർത്ഥമാണ് കൂടുതൽ ആളുകളും ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. തുണയെന്ന ഭാഗം പ്രയോഗിച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തും ആർക്കാണോ തുണ നിൽക്കുന്നത് അയാൾക്ക് തത്തുല്യമായ അധികാരവും ശക്തിയുമുള്ള ആളിനെയാണ് തുണയെന്ന് പറയുന്നത്. തുണയെന്ന് പറഞ്ഞാൽ ആർക്കാണോ തുണ ആവശ്യമായിരിക്കുന്നത് ആ ആൾക്ക് തത്തുല്യമായി അധികാരവും ശക്തിയുമുള്ള ആളാണ് തുണയെന്ന് ബൈബിൾ വിവക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയ അജോ ബ്രദറിന് ദൈവം തന്നിരിക്കുന്ന പ്രിയ ഷീജ സിസ്റ്റർ തക്ക തുണയാണ്.
എന്താണ് തുണയെന്ന് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, അജോ ബ്രദറിന് തത്തുല്യമായി അധികാരവും അപ്പോൾ തന്നെ അധികാരം മാത്രമല്ല ശക്തിയുമുള്ള ആളാണ് തുണയെന്ന് അർത്ഥമാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രിയ ഷീജ സിസ്റ്റർ അജോ ബ്രദറിന് തത്തുല്യമായി അധികാരവും ശക്തിയുമായി ദൈവം നിർത്തിയിരിക്കുന്ന ആളാണ്. തുണയെന്ന വാക്ക് പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞു 21 ഇടത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ 16 ഇടങ്ങളിൽ ദൈവത്തെയാണ് തുണയെന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നമുക്ക് ദൈവം തുണയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെക്കാൾ താഴ്ന്ന ഒരാളാണ് ദൈവം എന്ന അർത്ഥത്തിലല്ല, തനിക്ക് തന്നെ തത്തുല്യമായി അധികാരവും ശക്തിയുമുള്ള ആൾ, അല്ലെങ്കിൽ തന്നെക്കാൾ മേളിൽ അധികാരവും ശക്തിയുമുള്ള ആളെന്നാണ് പഴയ നിയമത്തിൽ ഈ വാക്കിന് അർത്ഥം. ദൈവം നമുക്ക് തുണയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെക്കാൾ ശക്തിയും അധികാരവുമുള്ള സർവശക്തനായ ദൈവം എനിക്ക് തുണ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ പഴയ നിയമത്തിലെ പദപ്രയോഗം ദൈവം തുണ നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ദൈവം തുണ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബലഹീനനായ മനുഷ്യനെ ബലവാനായ സർവശക്തനായ ദൈവം നമുക്ക് തുണ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിയായി സംരക്ഷകനായി നമ്മുടെ കൂടെ ഉണ്ടെന്ന ആ അർത്ഥത്തിൽ ബലഹീനതകളിൽ കൂടെ നിന്ന് ശക്തിയോടെ അധികാരത്തോടെ തന്നെ ബലപ്പെടുത്തുവാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ് തക്ക തുണ എന്ന് പറയുന്നത്. ദൈവം പ്രിയ അജോ ബ്രദറിന് തന്നിരിക്കുന്ന തക്ക തുണയാണ് ഷീജ തോമസ്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. അതിൻ്റെ ഫലമായി ദൈവം തക്ക സമയത്ത് കാര്യങ്ങളെ ക്രമീകരിച്ചു. അങ്ങനെ നമ്മൾക്ക് ഒരുമിച്ച് ഇവിടെ വരുവാൻ ഇടയായി തീർന്നു. രണ്ടാമത് ഒരു കാര്യം കൂടെ പറയട്ടെ. തുണ എന്താണ് ഞാൻ പറഞ്ഞു. രണ്ടാമത് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം വായിക്കുമ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിന് വിവാഹ പ്രായമാകുമ്പോൾ അബ്രഹാം തൻ്റെ വീട്ടിലെ ദാസനെ വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ ചാർച്ചക്കാരിൽ നിന്നും എൻ്റെ വംശക്കാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ മകന് ഒരു ഭാര്യയെ എടുക്കണമെന്ന് അബ്രഹാം ദാസനോട് പറയുക. ദാസൻ അവിടെ കടന്നു ചെന്നു. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. താൻ ആഗ്രഹിച്ച അടയാളങ്ങളൊക്കെയുള്ള പെൺകുട്ടിയെ കണ്ടു. റിബേക്ക എന്നാണ് അവളുടെ പേര്. അവളെയും കൊണ്ട് ഇസഹാക്കിൻ്റെ അടുക്കൽ വരികയാണ്. ഇസഹാക്ക് റിബേക്കയെ കാണുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു വേദഭാഗം ഞാനൊന്ന് വായിക്കാം. അതിങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 67-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, ഇസഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. ഇസഹാക്ക് തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ അവളെ കൊണ്ടുപോയി. അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസഹാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ ഭാര്യ റിബേക്ക, റിബേക്കയും ഇസഹാക്കും അവർ ഭാര്യ ഭർത്താക്കന്മാരായി. അടുത്തത് അവിടെ പറയുന്നത്, ഇസഹാക്കിൻ്റെ അമ്മ മരിച്ചു പോയതുകൊണ്ട് ഇസഹാക്കിന് വളരെ വേദനയായിരുന്നു. എന്നാൽ ഇസഹാക്ക് തൻ്റെ ഭാര്യയെ സ്നേഹിച്ചു. അതുകൊണ്ട് അടുത്ത വാക്യം പറയുകയാണ്, അവൻ അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസഹാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. പ്രിയ അജോ ബ്രദറിൻ്റെ വീട്ടിൽ പ്രിയ പപ്പയും അജോ ബ്രദറുമേ ഉള്ളൂ. പ്രിയ അജോ ബ്രദറിൻ്റെ
അമ്മ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഈ വാക്യമനുസരിച്ച് പറയുകയാണെങ്കിൽ അവൻ അവളെ സ്നേഹിച്ചു. അമ്മയില്ലാത്തതിൻ്റെ ദുഃഖം, വേദന അവൾ നിമിത്തം മാറിയെങ്കിൽ, പ്രിയ അജോബ്രതനോട് ഞാൻ പറയട്ടെ, ദൈവം തുണയായി തന്നിരിക്കുന്ന കുറച്ച് നിമിഷങ്ങളോട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അദൃശ്യ സാന്നിധ്യത്താൽ കൂട്ടിയോജിപ്പിക്കുന്ന പ്രിയ അജോ ബ്രദറും പ്രിയ ഷിജി സിസ്റ്ററും, പ്രിയ അജോ ബ്രദറിൻ്റെ ഉള്ളിലുള്ള ആ സങ്കടങ്ങളെല്ലാം മാറ്റുവാൻ, അമ്മയില്ലാത്തതിൻ്റെ ആ വേദനകളെല്ലാം മാറ്റുവാൻ പ്രിയ ഷിജി സിസ്റ്റർ കാരണമായി തീരട്ടെ എന്ന് ഈ സമയം ഈ വചനത്തിൽ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും കൂടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ദൈവം നമുക്ക് തക്കതായ ഒരു തുണയെ തരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊപ്പം ശക്തമായി അധികാരത്തോടെ നമ്മളോടൊപ്പം നിൽക്കുന്നയാളാണ് തുണയെന്ന് പറയുന്നത്. രണ്ടാമത്, എല്ലാവർക്കും അവരവരുടെ അമ്മമാരെ ഇഷ്ടമാണ്. അമ്മ മരിക്കുമ്പോൾ അപ്പനെ ഇഷ്ടമല്ല എന്നല്ല, അമ്മയുമായി ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് എല്ലാവർക്കും കൂടുതലുണ്ടാകും. ആ വേദന മാറുവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ അവളെ സ്നേഹിച്ചു. അമ്മ വേർപെട്ട വേദന അവനെ വിട്ടുമാറി. അങ്ങനെയാണെങ്കിൽ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന പ്രിയ അജോ ബ്രദറിന്റെ വേദനകളെല്ലാം വിട്ടുമാറുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.